ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹോം ബുക്ക്. നമ്മളെല്ലാവരും ഈസിയായി ചെയ്യാറുള്ളതാണ് ഒരു പോട്ട് എടുത്ത് അതിൽ മണ്ണിട്ട് പ്ലാന്റ്സ് വെക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നും ഡിഫറെൻ്റായി കുറച്ചുകൂടെ ഭംഗിയായി നമ്മുടെ ഗാർഡൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഗാർഡൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ കോർണറിൽ ചെയ്തിട്ടുള്ള ക്രിയേഷനാണ് ആദ്യം കാണിക്കുന്നത്. ആ കോർണറിൽ ഉണ്ടായിരുന്ന പ്ലാന്റ്സൊക്കെ പറിച്ച് കളഞ്ഞതിന് ശേഷം അവിടെ മണ്ണിട്ട് ഒരു ചെറിയ ചെരിവ് സ്ലോപ്പാക്കി എടുക്കുകയാണ് ഫസ്റ്റ് ടൈം. ഇവിടെ പ്ലാന്റ് ചെയ്യാനായിട്ട് കുറച്ച് ചെടികൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. മോണ്ടോഗ്രാസ് ആണ് അതിലൊന്ന്. പിന്നെ കുറച്ച് പ്ലാന്റ്സ് റയോ പ്ലാന്റ് ആണ്. അത് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഇതിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് എടുക്കാം. ഈ മൺകലം ടെറാക്കോട്ട പോട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് തുടങ്ങുന്നത്. എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടി ചേർത്ത മണ്ണാണിത്. ഈ മണ്ണിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഈ മൺകലം ഒന്ന് ചെറുതായിട്ട് ചെരിച്ച് വെച്ച് കൊടുക്കാം. then അതിനുള്ളിൽ കുറച്ച് മണ്ണിട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഇതിന് പുതിയ നാമ്പുകൾ വന്ന് പുതിയ പ്ലാന്റ്സ് വന്നിട്ട്
ഇവിടെ നേരത്തെ ഒരു തേക്ക് മരം ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗമാണ് ഇത്. ഇവിടെ നമുക്ക് കുറച്ച് പോട്ടുകളൊക്കെ വെച്ചിട്ടൊന്ന് ഭംഗിയാക്കി എടുക്കാം. ഒരു ടെറാക്കോട്ട പോട്ട് വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഒരു ചെറിയ പോട്ടിൽ ഫാൻ സെറ്റ് ചെയ്തായിരുന്നു, അത് വെച്ച് കൊടുക്കാം. ഈ പ്ലാന്റും വേറൊരു ചട്ടിയിൽ വെച്ചതിന് ശേഷം ഈ ടെറാക്കോട്ട പോട്ടിലേക്ക് ഇറക്കി വെച്ചതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യമുള്ളത്, നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഈ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. പിന്നെ വേരുകളെല്ലാം വളർന്ന് മഴ ആയതുകൊണ്ട് ഈ പ്ലാസ്റ്റർ ചെയ്ത ഭാഗങ്ങളൊന്നും പെയിൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ മഴ ഒന്ന് വിട്ട് നിന്നപ്പോൾ ചെയ്തതാണ്, പെയിൻറ്റ് ചെയ്തു. ഡാമേജ് ആയ ഒരു വാഷ് ബേസിൻ ഉണ്ടായിരുന്നു, അതിലേക്ക് മണ്ണ് നിറച്ചിട്ട് നമുക്ക് പ്ലാന്റ് വെച്ച് കൊടുക്കാം. അതിന് റിബൺ ഗ്രാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലാന്റ്സ് വെക്കാനായിട്ട് ഇതുപോലെ എന്ത് നമുക്ക് റീയൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കിച്ചണിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളായിക്കോട്ടെ, കേടായത്, അതുപോലെ ഈവൻ ഒരു ബോട്ടിലാണെങ്കിൽ പോലും നമുക്കത് ഒന്ന് ഭംഗിയാക്കി എടുത്ത് ചെടികൾ വെക്കാൻ പറ്റും. ചിരട്ടകളിൽ നമുക്ക് ചെടികൾ വെക്കാം. ഇവിടെ ഞാൻ ചിരട്ടകൾക്ക് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്, സ്പ്രേ പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഇതിനുള്ളിൽ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. 2 കളറാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാങ്കായി കിടക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, അവിടെ നമുക്ക് ടർട്ടിൽ വൈൻ ഗ്രാസ് വെച്ച് കൊടുക്കാം. ഈസിയായി വളരുന്ന ഒരു ഗ്രാസാണിത്. വെറുതെ അങ്ങ് വെച്ച് കൊടുത്താൽ തന്നെ അത് പടർന്ന് വലുതായിക്കോളും.
ഇതുപോലെ നിങ്ങളുടെ ഗാർഡനിലും പുതിയ മേക്ക് ഓവറൊക്കെ ചെയ്തിട്ട് ഭംഗിയാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അധികം ഈ വീഡിയോ കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.